എന്താ ശരവണ, ഒരുങ്ങിയില്ലേ? എന്താടാ ഒന്നും പറഞ്ഞിരിക്കണേ? അമ്മൻകുടം കാണാൻ പോണ്ടേ? വേണ്ട. അത് കൊള്ളാല്ല, ഇപ്പൊ പൂതി മാറിയ? അതുകൊണ്ടല്ല. പിന്നെ എന്താടാ ചെറിയണേ? അപ്പനോട് പറയാൻ പാടില്ലാത്തതാണേ പറയണ്ട, പോ. പറഞ്ഞാ കറി വെക്കോ? മക്കള് പറഞ്ഞ അപ്പൻ കെറിവിക്കൂ? പറയടോ. എനിക്ക് മുട്ടായി വേണം, ബലൂൺ വേണം. അതൊന്നുമല്ല. പിന്നെ എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മ ചത്തിട്ടില്ലെന്നാ എല്ലാരും പറയണ. കാണിച്ചു തരുമോ അച്ഛാ? നമുക്ക് പോവാച്ചാ? എന്താ ഉണ്ടായെന്ന് പറ കുട്ടി. ചത്ത് വെള്ളത്തിൽ പൊങ്ങണ്ടാന്ന് കരുതി എടുത്തോണ്ട് പോന്നാ. എന്റെ മോള് ചാകാനൊരുങ്ങിയെന്നു. ഇതൊക്കെ കാണാനും കേൾക്കാനും എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ടേക്കണേ എന്റെ ഭഗവാനെ? എവിടെയാ എവക്കടെ തള്ള എവിടെ? മോളെ ചാകാൻ വിട്ടിട്ടേ അന്വേഷിച്ചിറങ്ങിയിരിക്കുക നാട്ടുകാരെ ബോധിപ്പിക്കാൻ. അവക്കടെ ഒരു അന്വേഷണം ഉണ്ണാനില്ലേ ഉടുമുണ്ട് മുറുക്കി കൊടുത്തോളാൻ പറയണം. അല്ലാണ്ട് മോളെ കണ്ട നായിന്റെ മക്കൾക്ക് പിടിച്ചു കൊടുക്കാൻ നോക്കിയാലേ ചവിട്ടി ഞാൻ ഊരെ ഓടിക്കും. പറഞ്ഞേക്ക്. എത്രന്ന് വെച്ചാ പറയാ? പറയുമ്പോ എന്റെ മക്കിട്ട് കയറാൻ വരൂ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനെ? എല്ലാറ്റിനും കാരണം ആ പെണ്ണൂട്ടിയാ, രത്തിനം. എനിക്ക് കൽപ്പുണ്ടായിരുന്നെങ്കിൽ ഒറ്റ കുട്ടിന് ഞാൻ അവനെ കൊന്നേനെ. കാളക്കച്ചവടമൊന്നും പറഞ്ഞു വരും പെൺകുട്ടികളെ പഴപ്പിക്കാൻ. നാട്ടിലേ ചൊണയുള്ള ആൺകുട്ടികൾ ഇല്ലാണ്ട് പോയി. പാണ്ഡ്യ, ചെത്തു പോച്ച കിടന്നുറങ്ങാതെ മാട്ട ഇറക്കടാ. നീ കാണായ ഈ ചാവാളി ഒട്ടുക്കത്തൊരു ചവിട്ട്. പൊയ്ക്കോ പൊയ്ക്കോ, ബീഫ് റോസ്റ്റ് ആകാനുള്ള ഓട്ടമാ. ഹായ്. മാട്ടോടെ കഴുത്ത് വെട്ടാൻ നിനക്ക് നല്ല അറിയും, ശരിയാ. പക്ഷേ മനുഷ്യന്റെ കഴുത്ത് വെട്ടാൻ നിനക്കറിയോ? അതെനിക്ക് നന്നായി അറിയാം. ഇപ്പോ ഉന്നുടെ കഴുത്ത് വെട്ടി കാണിക്കാം. ഇപ്പടിയാ ഏൻ ചെയ്യക്കൂടാത്? നമ്മള് പാവ, നമ്മളെ വിട്ട്. അയ്യോ പാവം. എന്താ എന്നോட കാലി കളിച്ച് വിൽക്ക കൂടാതാ? പറയടാ.
പറയടാ. രത്തിനത്തിന്റെ കാലിക്ക് സൂക്കേടാന്നും പറഞ്ഞ ആരും വാങ്ങില്ല. മാട്ടുക്ക് മട്ടു സൂക്കേടാ ആകട്ടുമേ. എന്നാ പറ്റും? തിന്നവരല്ല செத்துപോകും. அதுக்கு உனக்கென்னடா? இந்த உலகத்துல ஒருவன் சத்து போன 10 பேரு புதுசா சனிக்கும். அதனால குறைச்சு தன சாவட்டும். பீச பீசா வெட்டி என்ன என் வியாபாரத்துக்கு உனக்கு என்ன தேவை? வியாபாரம் உனக்கு மாட்டு வியாபாரம் மட்டும் இல்ல, பொண்ணு வியாபாரம் கூடி இருக்குன்னு எனக்கு தெரிஞ்சு போச்சு. உன் வியாபாரத்துக்கு பேர் என்னன்னு நான் சொல்லட்டுமா? மாமா. காலமுட்டை நின்ன தந்த புரியல? உன் அப்ப என்னடா கண்டுக்க வர? சும்மா விட மாட்டேன் நானு. என்ன சொன்னா தெரியுமா? ഒന്ന് പതുക്കെ പിടി എന്റെ രായപ്പാ. പതുക്കെ പിടിക്കും പതുക്കെ. ഓ ഒന്ന് ഓവണമെന്ന് പറഞ്ഞപ്പോ അവന്റെ ഒരു തമാശ. വല്ല ടർപ്പനോ പിണ്ണതയിലോ തേച്ച് പിടിപ്പിക്കും. വല്ല ടർപ്പനോ പിണ്ണതയിലോ തേച്ച് പിടിപ്പിക്കാം. തല്ലാൻ വന്നാ നിന്ന് കൊള്ളണ കൊടുക്കണം. കൊണ്ടും കൊടുത്തും നടന്നാ മതി. അവനവന്റെ കാര്യം നോക്കുന്നത് എപ്പോഴാ? എന്റെ അളിനെ തൊട്ട് കളിച്ച ഒരുത്തരം ഞാൻ വെറുതെ വരില്ല. എന്റെ പൊന്നിച്ചാമി അളിനെ തൊട്ട് കളിച്ച ഒരുത്തനം ഞാൻ വെറുതെ വരില്ല. ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആണുങ്ങളുടെ നാട്ടുകാരെ അരവിന്ദാക്ഷ ഒന്നിഞ്ഞു വന്നേ. എന്നെ അങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട. അവനോട് പകരം ചോദിച്ചിട്ട് ഈ അരവിന്ദാക്ഷൻ അടങ്ങൂ. എവിടെ അവൻ? എന്റെ രക്തം തിളക്കുന്നു. എനിക്കൊന്നും കേൾക്കില്ല. ഒന്ന് പറ ആരെങ്കിലും. ഒന്നും എനിക്ക് നീ അവനെ വിളിച്ചേ. ആര്? നിന്റെ പെറ്റവനെ. എടി ആരെ തിരിഞ്ഞു വിളിക്കാൻ. അവനിവിടെ വിരുന്നുണ്ണാൻ വന്നേക്കല്ലേ. എന്റെ പൊന്നാരളിയൻ അരവിന്ദാക്ഷൻ അവനെ 2 കുത്തും കൂടി കുത്തിക്കോട്ടെ. അളിയോ ആക്കരുത്. നേരത്തെ ഒന്ന് അമർത്തി പിടി എന്റെ രായപ്പാ. പൊട്ടാ ഇവനെയും കൂടി ഒന്ന് തിരുമ്മി കൊടുക്ക്. ഇവൻ ആകെ ബലം പിടിച്ച് നടുവുളുക്കിയിരിക്കുക. അളിയോ ഞാൻ തിരുമ്മിയ ഉളുക്ക് പെട്ടെന്ന് മാറും. ഞാൻ ഇരട്ട പറ്റതാ. ഞാനല്ല എന്റെ അമ്മ. നീയാണെങ്കിൽ 3 ആയിരിക്കും. എന്നെ കൊണ്ടൊന്നും പറയരുത്. അല്ല നിന്നെ കണ്ട അങ്ങനെ തോന്നു. എന്റെ കത്തി കണ്ടില്ല. ഷേവ് ചെയ്തോ. മറ്റുള്ളവരുടെ തൊഴിലിൽ ഞാൻ ഇടപെടാറില്ല. രണ്ടുപേരും നേരിട്ട് കണ്ട കീരിയും പാമ്പും പോലെ. അമ്മാവിയമ്മയ്ക്ക് പ്രസവ വേന മരുമോക്ക് വീണവായന എന്ന് പറഞ്ഞ പോലെ എന്റെ ചേട്ടൻ ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുമ്പോഴാ രണ്ടിന്റെയും കൂടെ ഒടുക്കത്ത പോരും. ചേട്ടൻ അറിയാവോ, ഓരോരുത്തരും ഒന്ന് പറയുന്ന കേൾക്കുമ്പോ ചങ്ക് പിടക്കിയ. ചേട്ടൻ അവിടെ തല്ലുണ്ടാക്കി ഇവിടെ തല്ലുണ്ടാക്കി. ഇതിനൊരു അറിവ് വേണ്ടേ? കൂട്ടിനൊരു പെണ്ണ് ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കൂത്താടാൻ പറ്റുമോ? ഞാനത് പറയാൻ തുടങ്ങിയിട്ട് കൊറേ കാലമായി. മല്ലിക ചേച്ചിയുടെ കെട്ട് കഴിഞ്ഞപ്പോ ഞാൻ ചേട്ടന്റെ അടുത്ത് കെട്ടാൻ പറഞ്ഞതാ. അപ്പൊ പറഞ്ഞ് എന്റെ കെട്ട് കഴിയട്ടെ എന്ന്. ഇനിയിപ്പോ ആരുടെ കെട്ട് കഴിഞ്ഞിട്ടാണാവോ? വല്ലി പറയുന്നത് ശരിയാ. എന്നും ഇങ്ങനെ കള്ളും കുടിച്ച് തല്ലുണ്ടാക്കി നടന്നാ മതിയോ? നിങ്ങളുടെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചാമി കാളമുട്ടനായി.
പെണ്ണാലോചിച്ച് ചെന്നിടത്തുനിന്നൊക്കെ കളിയാക്കി വിട്ടത് മിച്ചം. അതും ചേട്ടൻ സാരമാക്കണ്ട, ഒന്ന് മൂളിയാ മതി, ഒത്തൊരെണ്ണത്തിന് ഞങ്ങൾ തപ്പിയെടുത്തോളാം. അളിയന് സമ്മതമാണെങ്കിൽ എന്റെ വകയിൽ ഒരമ്മാവന്റെ അളിയന്റെ മരുമകന്റെ അളിയന്റെ മകന്റെ മകളുടെ മകള്. മതി മതി നിർത്ത്. എടാ, മൂത്തൊരു അളിയൻ ഇവിടെ ഇരിപ്പുണ്ട്, അതായത് ഞാൻ. വാലിരിക്കുമ്പോഴേ തലയാട്ടരുത് കേട്ടോ. ഓ, തുടങ്ങി വീണ്ടും. നിങ്ങൾ രണ്ടാളും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ആ, ഇനിയും വെച്ച് നീട്ടാനൊക്കൂല. ചേട്ടന്റെ സമ്മതവും കാത്തു നിന്നാലേ സംഗതി നടക്കൂല. നിങ്ങൾ ആ പറഞ്ഞ മുതലാളിയുടെ വീട്ടിലെ പെണ്ണിനെ ഒന്ന് ആലോചിച്ചാലോ? നിങ്ങൾ നിർബന്ധിച്ചിട്ട് ഞാൻ കുറെ കണ്ടതല്ലേ. എനിക്ക് പെണ്ണിനെ പിടിച്ചാലും പെണ്ണിന് എന്നെ പിടിക്കത്തില്ല. ഇനി എനിക്ക് വേഷം കെട്ടാൻ വയ്യ. അങ്ങനെ പറയരുത് അളിയ, ഇത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ്. അടുത്ത ആഴ്ച പോയി ആ പെണ്ണിനെ കൂടി ഒന്ന് കാണാം. ആ, ആ പെണ്ണിനെ കാണാൻ ഞാനും കൂടെ വരാം. എന്തിന്? ആ, പെണ്ണിനെ കണ്ട് അഭിപ്രായം പറയണമെങ്കിൽ സൗന്ദര്യമുള്ള ആരെങ്കിലും കൂടെ വേണമല്ലോ. പറങ്കി സാഹിബല്ലേ? ഓ, എന്നെ പുകഴ്ത്തല്ലേ. ചേട്ടൻ വരുമെന്നേ നിങ്ങൾ ആലോചിച്ചോ. വല്ലി, ചേട്ടാ എന്നായാലും വേണം. അപ്പൊ അത് എത്രയും പെട്ടെന്നായ അതെ. ആ. എന്റെ ചേട്ടാ ഞാൻ പറഞ്ഞാ കേക്കും. പിന്നെ ഞാൻ പറഞ്ഞാലും കേൾക്കും. അങ്ങനെ വാ.